തിരുനാമത്തിന് മഹത്വം ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ ഭാഷയിലൊരു പഴഞ്ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതെയായി. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? കുളിപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം. പക്ഷേ കുളിപ്പിക്കേണ്ടതുപോലെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാതിരുന്നാൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമെന്നാണ്. ക്രിസ്ത്യ ജീവിതം അതുപോലെയാണ്. ജീവിച്ച് ജീവിച്ച് ജീവിതമേ ഇല്ലാതെയായി. ചില ആളുകൾ പറയാറുണ്ട്, ജീവിക്കാൻ മറന്നുപോയ ഒരാളാണ് ഞാനെന്ന്. അവരെക്കുറിച്ച് പറയാറുണ്ട്, സാറേ ഞാൻ ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയാണ്. ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ നാം ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വളർന്ന് വളർന്ന് ചെറിയവരാകുക, തളർന്ന് തളർന്ന് ശക്തരാകുക. വളർന്ന് വളർന്ന് ചെറിയവരാകുക. അത് നോക്കുമോ? വളരും തോറും ചെറിയവരാകാൻ നോക്കുമോ? അതുപോലെ തളർന്ന് തളർന്ന് ശക്തരാകുക. എടുക്കും തോറും വലിയതാകും, കൊടുക്കും തോറും ചെറുതാകും. എന്താണ്? എടുക്കും തോറും വലുതാകും, കൊടുക്കും തോറും ചെറുതാകും. ഒരാന പിടിച്ചാലിട്ട് പൊങ്ങുകയുമില്ല. സഭായോഗത്തിലാണ് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. പണ്ടൊരു ഉപദേശിയുണ്ട്, അദ്ദേഹം ഈ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പിള്ളേർ തിരിച്ചിട്ടുണ്ട്, അവരോട് എന്തെങ്കിലും ഒരു തമാശയോ കഥയൊക്കെ പറയും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, 4 കാലുണ്ട്, ഒരു വാലുണ്ട്, ദേഹം നിറച്ച രോമമുണ്ട്, മരത്തിൽ നിന്ന് മരത്തോട് ചാടി നടക്കും, എന്താണെന്ന് ചോദിച്ചു. ഒരു കൊച്ചു കൈ ഉയർത്തി. കൊച്ചു പറഞ്ഞ്, കേട്ടിട്ട് അണ്ണാനെ പോലെയുണ്ട്, പക്ഷെ ഈ സഭായോഗമാകൊണ്ട് യേശു ക്രിസ്തു ആയിരിക്കണമെന്ന് പറഞ്ഞു. സഭായോഗത്തിൽ അണ്ണാനെന്റെ സ്ഥാനം എന്ന് പറഞ്ഞ പോലെ എടുക്കും തോറും വലുതാകും, കൊടുക്കും തോറും ചെറുതാകും. കുഴിയിൽ നിന്ന് മണ്ണെടുക്കും തോറും അത് വലുതാകും, കുഴിയിലേക്ക് കൊടുക്കും തോറും മണ്ണെടുക്കും തോറും അത് ചെറുതായി ചെറുതായി വരും. ഒരാന പിടിച്ചാലോട്ട് പൊങ്ങുകയില്ല. ഒരു കുഴി പോക്കാൻ ആനയെ കൊണ്ടുപോകും. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് രസകരമായ ഒരു ജീവിതമാണ്. ക്രിസ്ത്യ ജീവിതം അതിന്റെ ഒരു പ്രത്യേകതയാണ്, അത് വളരും തോറും ചെറുതാകും. വളരും തോറും ക്രിസ്ത്യ ജീവിതത്തിൽ നാം വളരും തോറും മറ്റുള്ളവരുടെ മുമ്പിൽ നാം ചെറിയവരാകും. അല്ലേ? അങ്ങനെയല്ലേ? അതങ്ങനെയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ നാം ആരാകും? ക്രിസ്ത്യ ജീവിതത്തിൽ വളരും തോറും നമ്മുടെ ദൃഷ്ടി ചെറിയവരാകും. നമ്മുടെ ദൃഷ്ടിയിൽ എപ്പം നാം വലിയവരാകുമ്പോൾ മനസ്സിലാക്കണം നമുക്ക് കാണുന്നില്ല. അതുപോലെയാണ് തളർന്ന് തളർന്ന് ശക്തരാകും. നാം മാനസികമായി തളരുക, ശാരീരികമായി തളരുക. പൗലോസ് പറഞ്ഞത് എന്താ? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ബലഹീനത തളരുക എന്നല്ലേ? ഞാൻ ബലഹീനനാകുമ്പോൾ ഞാൻ ശക്തനാണ്. സാധാരണ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് അങ്ങനെയല്ല. എങ്ങനെയാ ചിന്തിക്കുന്നത്? ഞാൻ ശക്തനാകുമ്പോൾ ശക്തനാണ്, ഞാൻ ബലഹീനാകുമ്പോൾ എങ്ങനെ ശക്തനാകും? പൗലോസ് പറഞ്ഞ ബലഹീനനാകുമ്പോഴേ ശക്തനാകും. നമ്മുടെ ബലത്തിന്റെ സ്രോതസ്സുകൾ എന്തെല്ലാം? ശാരീരിക ബലമാണെങ്കിൽ അത് തളരണം, സാമ്പത്തിക ബലമാണെങ്കിൽ അത് തളരണം, ബുദ്ധിപരമാണെങ്കിൽ അത് തളരണം. നമുക്ക് ശക്തി കേന്ദ്രങ്ങളെന്ന് നാം വിചാരിക്കുന്ന എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ശക്തന്മാരാകുന്നത്. ഒന്നുമില്ലെന്ന് വന്ന് പിന്നെ കയറി പിടിക്കാനുള്ള ഒരു കമ്പ് യേശു ക്രിസ്തുവുള്ളൂ. നീയേ ഉള്ളൂ, നീയുടെ കൈവിട്ടാൽ ഞാൻ പോയി, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ആ ഒരു സ്ഥാനത്തേക്ക്, സാഹചര്യത്തിലേക്ക് നമ്മൾ വരണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ശക്തന്മാരാകുന്നത്, നമ്മൾ ബലവാന്മാരാണ്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നാം ഒരുപാട് വളരണം, ഒരുപാട് വളരണം. ബുദ്ധിയിൽ വളരണം, നമ്മുടെ ആത്മാവിൽ വളരണം, എല്ലാ നിലയിലും വളർന്ന് വളർന്ന് നമ്മൾ ചെറിയവരാണ്. നിങ്ങൾ വലിയ മിടുക്കന്മാരായിരിക്കുന്ന ആളുകളോട് പല ചോദ്യങ്ങളും ചോദിച്ചാൽ അവരുടനെ ഉത്തരം തരികയില്ല. മർമ്മം അറിയാവുന്നവർക്ക് അടിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മർമ്മം അറിയാവുന്നവർ അടിക്കില്ല, അവർ നോക്കുന്നത് വല്ല മർമ്മോ? അവരിങ്ങനെ ഓങ്ങി 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 ഇരിക്കത്തേ ഉള്ളൂ. മർമ്മം അറിയാത്ത വെച്ചത് അങ്ങേക്ക് പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മള് ഒരുപാട് വളരുമ്പോ, അറിവിൽ കൂടുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ വളരെ വളരെ കുറവായിരിക്കും. എനിക്ക് സെമിനാരിൽ വെച്ച് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, 10ാം ക്ലാസ് പാസ്സായപ്പോൾ അയാൾ വിചാരിച്ച് എനിക്ക് എല്ലാം അറിയാവുന്നു. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായപ്പോൾ പറഞ്ഞു, ഞാനാണ് ഈ ദേശത്തെ ഏറ്റവും മിടുക്കൻ, എനിക്കെല്ലാം അറിയാം.
അത് കഴിഞ്ഞ് അദ്ദേഹം BA പാസ്സായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അധികമൊന്നും അറിയില്ല, കുറച്ച് കാര്യം. അത് കഴിഞ്ഞ് അദ്ദേഹം MA പാസ്സായപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഇപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് കുറച്ച് കാര്യമൊക്കെ അറിയാം. അത്ര എനിക്കറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹം PhD എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ഒരു വിഷയത്തിന്റെ ഒരു ചെറിയ അംശത്തെ കുറിച്ച് കുറച്ചറിയാൻ പറ്റുന്ന എനിക്കറിയാം. നമ്മൾ PhD-കാരനെ പറ്റി എന്താ പറയുന്നത്? അവനെല്ലാം അവനാകെ കൂടെ അറിയാവുന്നത് എന്താന്ന് ചോദിച്ചാൽ, ദുഃഖമെന്ന് എഴുതുമ്പോൾ ഈ 2 കുത്ത് എന്തിനാ ഇടുന്നതെന്നുള്ളതായിരിക്കും അവൻ 5 കൊല്ലം റിസർച്ച് ചെയ്തത്. അപ്പൊ അത്ര ഞാൻ പഠിച്ചുള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ഒരു അക്ഷരത്തെ പറ്റി ഇച്ചിരി അറിയാം. ദുഃഖം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്കറിയില്ല, പക്ഷേ ദൂ കഴിഞ്ഞ് 2 കുത്തിടുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ വളർന്നു വരുമ്പോ നമ്മൾ പറയും, ഇപ്പൊ എനിക്കൊന്നും അറിയില്ല. അതാ പൗലോസ് ക്രിസ്ത്യ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ഐ മേ നോ ഹിം, എനിക്ക് അവനെ അറിയണം, എനിക്ക് അവനെ അറിയണം. ഫിലിപ്പിലേഖനത്തിൽ പറഞ്ഞു, കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മ അറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. അല്ല പൗലോസ്, ഇത്രയും കാലമായിട്ട് നീ ഇതൊന്നും അറിഞ്ഞില്ല, പിന്നെ നീ എന്തോ പ്രസംഗിച്ചവനാണെന്നത്? നീ പിന്നെ ക്രിസ്റ്റോളജി എല്ലാം പഠിപ്പിച്ച എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ? ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിനെ ഒന്നും അറിയത്തില്ല കേട്ടോ. ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് അറിയില്ല. ക്രിസ്റ്റോളജി പഠിക്കുന്തോറും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവിനെ കുറിച്ച് ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ, ഒന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതാ ശരിയായ അറിവെന്ന് പറയുന്നത്. ഇന്ന് ഞാന് ആ നിലയിലുള്ള നമ്മുടെ വളർന്ന് ചെറിയവരാകണം. അതുപോലെ തളർന്നു നമ്മുടെ ശക്തി സ്രോതസ്സുകളെല്ലാം ക്ഷയിച്ചിട്ട് നാം നിശക്തരായി തീരണം. എല്ലാ ശക്തി സ്രോതസ്സുകളും ക്ഷയിക്കുമ്പോഴാണ് യഥാർത്ഥ ശക്തിയുടെ സ്രോതസ് നമുക്ക് കിട്ടുന്നത്. അത് പരിശുദ്ധാത്മാവും കർത്താവും ഒക്കെയാണ്. ഒരാൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന എപ്പോഴാണ്? എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി നീ സഹായിച്ചെങ്കിലേ ഒക്കുമെന്ന് പറയുമ്പോഴാണ്. അതെ, അതുവരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല, അതുവരെ സമ്മതിച്ചു കൊടുക്കില്ല. ദൈവം നമ്മളെ കൊണ്ട് ഈ സുല്ല് വിളിപ്പിക്കും, അല്ലേ? സുല്ല് വിളിപ്പിക്കും. നമ്മളിപ്പോ അവരെല്ലാം കൂടെ പിടിച്ചിട്ടിട്ട് നമ്മൾ കുടുന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കും, വിടില്ല. അവസാനം ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോ എന്ന് പറയും, സുല്ല് വിളിപ്പിക്കും. ഈ ദൈവം നമ്മളെ സുല്ല് വിളിപ്പിച്ചാൽ ഒരു ഗുണമുണ്ട്, എന്തുവെന്നറിയാമോ? നമ്മൾ ശക്തന്മാരാണ്. മനുഷ്യൻ നമ്മളെ സുല്ല് വിളിപ്പിച്ചാൽ നമ്മൾ ബലഹീനര് ആയിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ തളർന്ന് നാം ശക്തരാകണം. അതുപോലെ ദൈവം മുൻപാകെ വളർന്ന് മനുഷ്യരുടെ മുൻപാകെ നാം ചെറിയവരാകും, വളരെ ചെറിയവരാകും. മനുഷ്യന്റെ മുൻപാകെ നാം വലിയവരാകുമ്പോൾ ആരുമല്ല. ഈ മനുഷ്യന്റെ മുൻപാകെ വലിയവരാകുന്നതിനാ നിഗളമെന്ന് പറയുന്നത്. ഞാൻ എല്ലാവരേക്കാളും മിടുക്കനാണ്, ഞാൻ എല്ലാവരേക്കാളും വലിയവരാണ് എന്നൊക്കെ പറയുന്നത് നിഗളം. നിഗളത്തിന് പുറകെ എന്ത് വരുന്നാ പറഞ്ഞത്? വീഴ്ച വരും, ആപത്ത് വരും. അതാ ഞാൻ പറഞ്ഞത്, ആപത്ത് വരും. അപ്പൊ നമ്മള് ആത്മീയമായി വളരും തോറും നാം ചെറിയവരാകും. കർത്താവ് പറഞ്ഞ ഒരു വാക്യമൊക്കെയാണ്, വലിയവനാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ദാസനാകണം. അങ്ങനല്ലേ? അപ്പോ എത്രയും പേർക്ക് ദാസനായോ? എല്ലാവരുടെയും ദാസനായി എല്ലാവരുടെയും വേലക്കാരനായി എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവനായി തീരുമ്പോൾ നമ്മൾ ദൈവം മുൻപാകെ വലിയവനാണ്. അപ്പോഴത് വലിയവനാണ്. അതെ, നമ്മളങ്ങനെ ചെയ്യാൻ നമുക്ക് പ്രയാസമാണ്, എല്ലാവരെയും ശുശ്രൂഷിക്കാനോ. അങ്ങനെ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. എല്ലാവരെയും സേവിച്ചും എല്ലാവരെയും ശുശ്രൂഷിച്ചും എല്ലാവരുടെയും കാര്യം എല്ലാവരെയും. ഒരാളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ലോകം എത്രയും അവഗണിച്ചിട്ടിരിക്കുന്നതായിരിക്കുന്ന ആളുകളെ അവരുടെ മഹത്വം കണ്ട് അവരെ ശുശ്രൂഷിക്കാനും അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്ക് എപ്പോൾ കഴിയും? അപ്പോൾ മാത്രമേ നമ്മൾ വലിയവരാകും. അപ്പോൾ മാത്രമേ നമ്മൾ വലിയവരാകും. അത് നമുക്ക് പലപ്പോഴും കഴിയില്ല. ഇന്ന് കർത്താവിന്റെ വേലയിൽ ഉള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹം
വേറൊരു സഭയിലായിരുന്നു നേരത്തെ. അവിടുന്നാണ് നമ്മുടെ ഏരിയ. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ ഭവന സന്ദർശനത്തിന് പോയ സമയത്ത് അദ്ദേഹത്തെ കണ്ടുമുട്ടി, അബദ്ധവശാൽ കണ്ടുമുട്ടി. അദ്ദേഹം ഇങ്ങനെ സഭാ കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ എബ്രഹാം തോമസ് പറഞ്ഞൊരു സഹോദരനുണ്ട്, സഹോദരനൊക്കെ ഒന്ന് കാണാൻ. ട്രെയിനിങ് ക്ലാസ് ഉള്ളപ്പോഴാണ് അദ്ദേഹം അങ്ങനെ വന്നു. അപ്പോ എല്ലാവരുടെയും കൂടെ അദ്ദേഹം ചോറുണ്ട്, സ്റ്റുഡൻസ് എല്ലാം ചോറ് കഴിഞ്ഞ് അവരവരുടെ പ്ലേറ്റ് അവരവർ കഴുകുക. അപ്പൊ ഈ സഹോദരനെ ആദ്യമായി വന്നവനാണ്. അദ്ദേഹം ചോറുണ്ട്, പ്ലേറ്റ് കഴുകാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവിടെ വെച്ചേക്കാൻ പറഞ്ഞു, അവർ കഴുകണ്ട. ഞാൻ കഴുകുക, എല്ലാവരും കഴുകാൻ വേണ്ട, സഹോദരൻ വെച്ചേക്കാം. അപ്പോ അദ്ദേഹം അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞപ്പോ ഞാൻ ആ പ്ലേറ്റ് എടുത്തോളൂ കഴുകിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ ആ പ്ലേറ്റ് കഴുകുന്നത്. അപ്പൊ അത് അദ്ദേഹം പല സ്ഥലത്ത് സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഈ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നത് തോമസ് എന്റെ പ്ലേറ്റ് കഴുകിയതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഈ വേറൊരു സമുദായത്തിലാണ്, അവിടെ പാസ്റ്റർമാരുടെയും ഉപദേശിമാരുടെയും പ്ലേറ്റ് മറ്റുള്ളവർ കഴുകുക. ഇവിടെ വന്നപ്പോ അങ്ങനെയല്ല, ആ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ആളെന്ന് വിചാരിക്കേണ്ട ആള് എന്റെ പ്ലേറ്റ് കഴുകി. അതെനിക്ക് ഭയങ്കര ഒരു പാഠമായി. അപ്പൊ ഞാൻ വലിയവനായത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് മുന്നിൽ, ആ മനുഷ്യന്റെ മുന്നിൽ ഞാൻ വലിയവനായത് അദ്ദേഹത്തിന് പ്ലേറ്റ് കഴുകിക്കൊണ്ടല്ലേ. അദ്ദേഹത്തിന് പ്ലേറ്റ് കഴുകിക്കൊണ്ട് ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞ ജീവിതത്തില് ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ഈ നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് നാം എത്ര ചെറിയവരാണെന്നുള്ളത്. നമ്മുടെ ദൃഷ്ടിയിൽ നാം എത്ര ചെറിയവരാണ്. മറ്റൊരാളുടെ കാല് കഴുകണമെങ്കിൽ, പാദം കഴുകണമെങ്കിൽ, പ്ലേറ്റ് കഴുകണമെങ്കിൽ, തുണി ഇളക്കി കൊടുക്കണമെങ്കിൽ നാം നമ്മുടെ ദൃഷ്ടിയിൽ ആരായിരിക്കണം? ഒരു വേലക്കാരന്റെ സ്ഥാനത്തേക്ക് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് എലന്തൂര് ബ്രദൻകാർ കൺവെൻഷൻ നടത്തുമ്പോ ഒരു കേരളത്തിലെ അന്നത്തെ ബ്രദൻകാരുടെ ഏറ്റവും വലിയ ഉപദേശി അദ്ദേഹം വന്ന്, അന്നൊക്കെ ബസ്സാ കാറുമെന്ന് വരും, ബസ്സിലിറങ്ങിയ സമയത്ത് അവിടെ വേറൊരാള് നിന്നിരുന്നു. അപ്പോ ഈ ആള് ഈ ഇറങ്ങിയ ഉപദേശിക്ക് ഒരു ചെറിയ ബാഗുണ്ട്, എൻ്റെ ഹാൻഡ് ബാഗ് പോലൊരു ബാഗുണ്ട്. ഉപദേശി താമസിക്കേണ്ട സ്ഥലത്തേക്ക് ഉപദേശിയെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഉപദേശി പിന്നെ അതേക്കുറിച്ച് പറഞ്ഞു, ആളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലെ ബാഗ് ആ മനുഷ്യൻ വാങ്ങിയില്ല. അപ്പോ അദ്ദേഹം പ്രതീക്ഷിച്ച് ഞാൻ ഉപദേശിയാണ് ഇറങ്ങിയ ഉടനെ എൻ്റെ കയ്യിലെ ബാഗ് വാങ്ങണമെന്ന്. ഈ മറ്റേ ആള് അതിനേക്കാൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാരും ചുമന്നിട്ടില്ലെന്ന് അവരോട് പറഞ്ഞേക്കാനും പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട്? ഉപദേശിയുടെ ബാഗ് നോക്കണമെന്ന് ഉപദേശിക്ക്, മറ്റേ ആളെ ഒരു ഉപദേശിനും ബാഗ് ചുമന്നുള്ളതായിരിക്കുന്ന ആളുകളല്ല ഞങ്ങളുടെ ബാഗ് വല്ലവരും ചുമക്കുകയുള്ളൂ എന്ന് അദ്ദേഹം. അപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരുടെ മനസ്സിൽ, അവരുടെ ഭാവനയിൽ വളരെ വലിയവരായിരുന്നു. പണ്ടാരോ പറഞ്ഞു, ഒരു ഇത്ര നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി എടുത്ത് അതിൽ നിന്ന് അത് കണ്ടാ ഇങ്ങനെ അയ്യ പോലെ ഇരിക്കുന്ന ഒരയ്യ, ഈ അയ്യ സി ആക്കണ എന്ത് ചെയ്യണം? രണ്ടറ്റവും വളയ്ക്കണം. അതാണ് അയ്യെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ എൻ്റെ അറ്റങ്ങളെല്ലാം എന്ത് ചെയ്യണം? വളയ്ക്കണം. ആ വളയ്ക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വളരെ വേദനയുള്ള പ്രക്രിയ കേട്ടോ, അല്ലേ? വളയ്ക്കുന്ന പ്രക്രിയ വേദനയുള്ള പ്രക്രിയ. അതെ, നമ്മുടെ വ്യക്തിത്വത്തില്, നമ്മുടെ അസ്തിത്വത്തില്, നമ്മുടെ ഭാവനകളില്, നമ്മുടെ മൂല്യങ്ങളിലൊക്കെ ഒരു വളയ്ക്കണം. ക്രിസ്തു ആകണമെങ്കിൽ, ആകണമെങ്കിൽ, ഞാനെന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നും ക്രിസ്തു വരണമെങ്കിൽ. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വലിയൊരു പ്രസംഗം ചെയ്യാനല്ല ഞാനിന്ന് ആഗ്രഹിക്കുന്നത്, കുറെ കാര്യങ്ങൾ പറയാനാണ്. അതല്ലേ പ്രസംഗം എന്ന് പറയുന്നത്, കുറെ കാര്യങ്ങൾ പറയുന്നതല്ലേ. അതെ, 2 പത്രോസ് 1:4 ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. വാക്യം മുഴുവൻ വായിക്കുന്നില്ല. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആകുക. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക. അതെങ്ങനെ സാധിക്കുമോ? ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ സാധിക്കുമോ? നോക്കുമോ? ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ സാധിക്കുമോ? നോക്കൂ. ദൈവത്തിന്റെ സ്വഭാവത്തിൽ 2 വിധത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നും നോൺ കമ്മ്യൂണിക്കബിൾ
ആട്രിബ്യൂട്ട്സ് എന്നും പകരാവുന്ന സ്വഭാവങ്ങളെന്നും പകർന്നു കൊടുക്കാൻ കഴിയാത്ത സ്വഭാവങ്ങളെന്ന് പറയുന്ന രണ്ട് സ്വഭാവങ്ങൾ ദൈവത്തിനുണ്ട്. ദൈവത്തിന്റെ സർവ്വശക്തി ആർക്കും കൊടുക്കാനൊക്കെ ഇല്ല, ആരെയും സർവ്വശക്തനാക്കാനൊക്കെ ഇല്ല, ദൈവത്തിന്റെ സർവ്വജ്ഞാനം കൊടുക്കാനൊക്കെ ഇല്ല, ദൈവത്തിന്റെ സർവ്വസാന്നിധ്യം കൊടുക്കാനൊക്കെ ഇല്ല, ഇങ്ങനെ ദൈവത്തിന്റെ ഇൻഫിനിറ്റി കൊടുക്കാനൊക്കെ ഇല്ല, ഒന്നും കൊടുക്കാനൊക്കെ ഇല്ല. പക്ഷെ ദൈവത്തിന് പകരാവുന്ന ചിലതുണ്ട്. സ്നേഹം പകർന്നു കൊടുക്കാം, ഞാൻ വിശുദ്ധി പകർന്നു കൊടുക്കാം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാ. ദൈവത്തിന് വിശുദ്ധി പകർന്നു കൊടുക്കുക പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിക്ക് സമരാകുക എന്നുള്ളതല്ല, അല്ല, ആ സ്വഭാവം തമ്മിലാണ്. അപ്പൊ പകർന്നു കൊടുക്കാവുന്ന സ്വഭാവങ്ങളിൽ നാം പങ്കാളികളാണ്. പകർന്നു കൊടുക്കാവുന്ന ദൈവത്തിന്റെ സ്വഭാവങ്ങളിലും നമ്മൾ പങ്കാളികളാണ്. അതെ, അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആ നിലയിൽ വളരാനായിട്ടുണ്ട്. അങ്ങനെ ഒരാളായി തീർന്നാൽ അയാൾ മറ്റുള്ളവരെക്കാൾ വലിയവനാകുമോ ചെറിയവനാകുമോ? ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി തീർന്ന ഒരാൾ നമ്മുടെ മധ്യത്തിലേക്ക് വന്നാൽ നമ്മൾ അദ്ദേഹത്തെ വലിയവനായിട്ട് കാണും. പക്ഷെ അദ്ദേഹം എങ്ങനെയാ കാണുന്നത്? കർത്താവ് ഒരു ഉപമ പറഞ്ഞില്ലേ, നിങ്ങളെ ഒരാൾ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ എവിടെ ചെന്നിരിക്കേണ്ടത്? പുറകിൽ പോയിരിക്കണം. അന്നത്തെ കാലത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ കഴിക്കാൻ പോകുന്ന മേശയിലല്ലാണ്ട് പേരെഴുതി വെച്ചേക്കും, കാർഡ് പേരെഴുതി വെച്ചേക്കും. ആ മേശയിൽ ഇരിക്കാറുണ്ട്. 6 പേർക്കോ 8 പേർക്കോ ഇരിക്കാവുന്ന മേശ എല്ലാവരും എബ്രഹാം തോമസ് വെച്ചിട്ട് കാർഡും വെച്ചേക്കും, അവിടെ വേണം ഞാൻ പോയിരിക്കാൻ. അപ്പോൾ പ്രധാന മേശകളിലൊക്കെ അവരങ്ങനെ ആളുകളെ ആക്കുന്നത് അവർ വിളിച്ചതായിരിക്കുന്ന ആളുകളുടെ പല കാര്യങ്ങൾ പരിഗണിച്ചാണ് ആക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ പേരെഴുതി ഒരു മേശ വെക്കണം. അത് ഏത് മേശയിലാന്ന് ചോദിച്ചാൽ ഏറ്റവും പുറകിലത്തെ മേശയെ കൊണ്ട് നമ്മുടെ പേര്. എന്നിട്ട് വിരുന്നിന് വിളിച്ച ആൾ എന്ന് പറയും, അയ്യോ ബ്രദർ അവിടെ ഇരിക്കുന്ന, ഇങ്ങോട്ട് വന്ന ഇവിടെ ഇരുന്നാട്ടെന്ന് പറയും. അല്ലേ? ചില കല്യാണങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പോലെയുള്ള സമുദായങ്ങളുടെയൊക്കെ പേര് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കുറെ ഉപദേശിമാർ ഇങ്ങനെ സ്റ്റേജിൽ തന്നെ ഇരിക്കണമെന്ന് ദുർവാശി നിൽക്കും. ഒരിക്കൽ ചെന്നിടത്ത് ഒരാൾ സ്റ്റേജ് കസേര ഇല്ല, അയാൾ പറഞ്ഞ് സ്റ്റേജിലിരിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഒരു കസേര എടുത്തുകൊണ്ട് മൂലയ്ക്ക് ഇട്ട് കൊടുത്ത് അയാൾ അവിടെ ഇരുന്നു. അത് പറഞ്ഞു, ഞാൻ സ്റ്റേജിലിരിക്കേണ്ട ആളാണ്, ഞാൻ ആളുകളുടെ കൂടെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ ആരാണ്. എംജിച്ചാനുള്ള കാലത്ത് പരിപാലന സഹോദര എന്നെ കാക്കലും വെക്കാൻ തലക്കലും വെക്കാം, എവിടെ വേണം നിങ്ങൾക്ക് വെക്കണം അവിടെ വെച്ചു. ഈ കാക്കലും തലക്കലും വെക്കാൻ കൊള്ളാവുന്നവരായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. തലയ്ക്ക് മാത്രം വെക്കാൻ കൊള്ളാവുന്ന ആളുകൾ, അതൊരബദ്ധമായി. തലയ്ക്ക് മാത്രം വെക്കാൻ കൊള്ളാവുന്ന ആളുകൾ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശ്രീകൃഷ്ണന്റെ സഹായം തേടാനായിട്ട് പാണ്ഡവന്മാരും പോയി, കൗരവന്മാരും പോയി. അതറിയാമല്ലേ? കൗരവന്മാരുടെ നേതാവായിരിക്കുന്ന ആരാ? ദുര്യോധനൻ. അദ്ദേഹം ചെന്ന് കൃഷ്ണന്റെ തലക്കലിരുന്നു. കൃഷ്ണൻ ഉറങ്ങിക്കൊണ്ട് കിടക്കുക, അവിടെ തലക്കലിരുന്നു. എന്നിട്ട് മറ്റൊരു പാണ്ഡവന്മാരുടെ വലിയവനാരായിരുന്നു? ധർമ്മപുത്രൻ കാൽക്കലിരുന്നു. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ ഉണർന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പം ആരെയാ കണ്ടത്? ധർമ്മപുത്രനുമായിട്ട് കാര്യം പറഞ്ഞു, മറ്റേവരോട് ഇരുന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ തലയ്ക്ക് പോയിരിക്കുന്നവർക്ക് ചിലപ്പോ കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടൂല്ല. കാക്ക പോയിരുന്നെങ്കിലേ വല്ലതും കിട്ടത്തുള്ളൂ. അതല്ലേ നമ്മൾ പാട്ട് പാടുന്നത്? തിരുപ്പാദത്തിൽ ഇരുന്ന് കേൾക്കുക, തിരുപ്പാദത്തിൽ നിന്ന് കേൾക്കണം, തലക്കിരുന്ന് കേൾക്കാനായിട്ട് പോകരുത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയാണ്. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഗുരുവും യജമാനുമായ ഞാൻ നിങ്ങളുടെ ഇടയിൽ കാല് കഴുകുന്നവനായിട്ട് ദാസനായിട്ടാണ് ഇരുന്നത്. കർത്താവ് പറഞ്ഞാൽ നിങ്ങളെ ആരും യജമാനെന്ന് വിളിക്കരുത്, ഗുരുവെന്ന് വിളിക്കരുത്, അങ്ങനൊന്നും നിങ്ങൾ വിളിക്കാൻ സമ്മതിക്കരുത്, നിങ്ങളുടെ സ്ഥാനപ്പേരിലൊന്നും നിങ്ങൾ എടുക്കരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എത്രത്തോളം കുറയാമോ അത്രത്തോളം നമ്മൾ കുറയണം. എത്രത്തോളം ചെറിയവനാകാമോ അത്രത്തോളം ചെറിയവനാകും. വെട്ടിക്കുറയ്ക്കാനൊന്നും നമുക്കൊക്കെ ഇല്ല, വളയ്ക്കാനേ ഒക്കെ. വെട്ടിക്കുറച്ചാൽ ശരിയാകില്ല, വളയ്ക്കാം. നേരെ നിൽക്കുന്ന നമ്മൾ നമ്മുടെ മക്കളെ വളർത്തും പറയടാ, ഒരു മനുഷ്യന്റെ മുന്നേ നീ മുട്ട് മടക്കാൻ പാടില്ല. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞടാ, എല്ലാവരുടെയും മുട്ട് മടക്കണം. എത്രയും ആളുകളെ മുന്നേ മുട്ട് മടക്കാൻ കഴിയും അത്രത്തോളം നീ വിജയിക്കും. അതാണ്. ആരുടെയും മുന്നേ മുട്ട് മടക്കാൻ പഠിപ്പിക്കണം. അപ്പൊ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആകുക. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ക്രിസ്തുവേശമുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായി.
കർത്താവിനെ ഏതെങ്കിലും സമയത്ത് നോക്കിയോ, കർത്താവ് ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് പരീക്ഷന്മാരുമായിട്ട്, ശാസ്ത്രിമാരുമായിട്ട്. ഒന്നും അവരൊന്നും മുന്നിൽ കർത്താവ് വിട്ടുകൊടുക്കില്ല. സത്യത്തിന് വേണ്ടി മുറുകെ പിടിച്ച് നിൽക്കും. അതേസമയം കർത്താവിന്റെ ഭാവം എന്താ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, വ്യഭിചാരിണയായ ഒരു സ്ത്രീ, പാപിനിയായ സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പാപിനിയായ ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ കാല് കഴുകാനും കണ്ണുനീര് കൊണ്ട് കഴുകാനും മുടി കൊണ്ട് തുടയ്ക്കാനും ഒക്കെ വലിയ ആൾക്കൂട്ടം ഇരിക്കുന്നത്. ഈ ആൾക്കൂട്ടത്തിൽ വീട്ടിൽ എന്താ ഇരിക്കുന്നത്? ഒരു സ്ത്രീ, മോശമായ സ്ത്രീ, നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന സ്ത്രീ, വേശ്യാവൃത്തിയായി ജീവിക്കുന്നത്. ആ സ്ത്രീ കയറി വന്നിട്ട് കർത്താവിന്റെ ഭാഗത്ത് കരഞ്ഞ് കണ്ണീരോട്ട് കരഞ്ഞിട്ട് മുടി എടുത്തിട്ട് തുടയ്ക്കുക. മാന്യനായ വീട്ടുകാരൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഞാൻ പ്രവാചകനാണെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. ഇവൻ കണ്ടില്ലേ ഈ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് അല്ലേ? കർത്താവ് എന്താ? കർത്താവിന്റെ ഭാവം എന്തായിരുന്നു? സ്ത്രീയുള്ള കർത്താവിന്റെ ഭാവം, പക്ഷെ തുടരുത്, മാറിപ്പോന്നാന്ന്. കർത്താവ് തുടരുന്ന ഒരാളോടെ പറഞ്ഞുള്ളൂ. ആരോടെ പറഞ്ഞ? മഗ്നക്കാരി മരിയെ കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവിനെ കയറി ഒരു പിടി പിടിച്ച് നിർത്തി. പോകാതെ പറഞ്ഞെന്നെ വിടാൻ, പറഞ്ഞെന്നെ പിടിക്കരുത്, ഉയർത്തെഴുന്നേറ്റ് എന്നെ പിടിക്കരുത്, ഞാൻ പിതാവിന്റെ സന്നദ്ധി കയറി പോയിട്ടില്ലെന്ന് പറഞ്ഞു. നീ ഇവിടെ പിടിച്ചു നിർത്താൻ വിചാരിച്ച സാധിക്കില്ലെന്ന്. മറ്റെല്ലായിടത്തും കർത്താവിനെ തൊടാനോ ഇല്ല. കുഷ്ഠരോഗം ബാധിച്ച ആളുകളെ സമൂഹത്തിൽ വരാൻ പാടില്ല. അവർ കുഷ്ഠരോഗികൾക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വെക്കൂ. അവർ ദേ ക്യാൻ നെവർ കം ഇൻസൈഡ് ദ സിറ്റി. പക്ഷെ കർത്താവ് ഉണ്ടെന്ന് കേട്ടാൽ ഏറി വരും, എല്ലാവരുടെയും ഇടയിൽ വരും. എന്ന് മാത്രമല്ല, കർത്താവിനെ കയറി വേണ്ടി തൊടുകയും ചെയ്യും. കർത്താവ് തൊട്ടന്റെ സൗഖ്യമാക്കാൻ അവർ. കർത്താവിന്റെ ഭാഗം അതാ. ശിഷ്യന്മാര് കർത്താവിലേക്ക് നടന്നു പോവുക. അന്ധനായ ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ ഇരുന്ന് ഭിക്ഷാടനം ചെയ്യുക. അവനെ കണ്ടുകൊണ്ട ശിഷ്യന്മാര് ചോദിച്ചു, ഈ മനുഷ്യൻ ഇങ്ങനെ അന്ധനായി ജനിക്കാനുള്ള കാരണം എന്താ? ഇവൻ പാപം ചെയ്തോ? ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തോ? യഹൂദന്മാർക്ക് വിശ്വസിക്കുന്നത് ഗർഭം കൺസെപ്ഷൻ തുടങ്ങിയത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവ് വരെ ഉണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച്. അങ്ങനെ പാപം ചെയ്യുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ചിലരൊക്കെ ഇങ്ങനെ അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നത്. അതാ ചോദിച്ചത്, ഇവൻ ചെയ്തിട്ടാണോ ഇവനിങ്ങനെ ജനിച്ചത്, അതോ ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്തിട്ടാണ്? കർത്താവ് പറഞ്ഞു, ഇവനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും ശരിയല്ല, അങ്ങനെ സംഭവിക്കില്ലെന്നും കർത്താവ് പറഞ്ഞില്ല. ദൈവനാമ മഹത്വപ്പെടാൻ. എന്നിട്ട് കർത്താവ് അവനെ സൗഖ്യമാക്കിയില്ലേ? അപ്പൊ കർത്താവ് കണ്ടത് എന്താണ്? സൗഖ്യം ആവശ്യമായ ഒരു മനുഷ്യനെയാണ്. ശിഷ്യന്മാർ കണ്ടത് എന്താണ്? വേദശാസ്ത്രത്തിന്റെ ഒരു കുരുക്കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമെൻ. അതാണ് അവർക്ക്. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആളുകളെ കാണുമ്പോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വേദശാസ്ത്ര ചോദ്യമാണ്. അവരുടെ സാഹിത്യത്തിന്റെ സഹതാപം ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മളൊന്നും കാണുന്നില്ല. നമ്മുടെ ചോദ്യം അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അവിടെ എത്ര മനുഷ്യർ ചത്തു, അവരുടെ കുടുംബങ്ങൾക്ക് ഇനി എന്താണ്, അതല്ല നമ്മുടെ ചോദ്യം. അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ടാണ് മലയിടി? അതിനുത്തരമാണ് നമുക്ക്. നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ പലപ്പോഴും അങ്ങനെയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ പകർത്തണം. ഭാവപ്പകർച്ച ഉണ്ടാകണം. പാപത്തോടുള്ള നമ്മുടെ ഭാവം, പാപികളോടുള്ള നമ്മുടെ മനോഭാവം, സാധുക്കളോടുള്ള മനോഭാവം, ധനവാന്മാരോടുള്ള മനോഭാവം, എല്ലാവരോടും. കർത്താവിനോടൊക്കെ ധനവാനും വരാം, ദരിദ്രന് വരാം, നീതിമാനെന്ന് വിചാരിക്കുന്നവർക്കും വരാം, മഹാഭാവി എന്ന് വിചാരിക്കുന്നവർക്കും വരാം. കർത്താവ് മനുഷ്യരെയാണ് സ്നേഹിച്ചത്, അവരുടെ പാപത്തെയല്ല സ്നേഹിച്ചത്, അവരുടെ മഹത്വത്തെയല്ല സ്നേഹിച്ചത്. പിന്നെ നല്ല മനുഷ്യരെ കണ്ട കർത്താവിന് ഇഷ്ടമായിരുന്നു. കർത്താവിനോട് വന്ന ധനവാനായ മനുഷ്യൻ പോയപ്പോൾ കർത്താവിന് സങ്കടം തോന്നി. ഒരു നല്ല മനുഷ്യൻ, സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ലാത്ത മനുഷ്യൻ, അവൻ അങ്ങനെ പോക്കണം എന്ന് കർത്താവിന് പ്രയാസം തോന്നി. ശരിയാണ്. അപ്പോ ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയവരാകുമോ ചെറിയവരാകുമോ? നമ്മൾ ചെറിയവരാണ്. ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൽ എന്താ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. പിന്നെ താണിട്ട് എവിടെയാ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയതാണ്. പിതാവിന് സമനായിരുന്ന, തൃത്വത്തിൽ ഉണ്ടാവനായിരിക്കുന്ന ഈ പുത്രന് പനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ദൈവത്വത്തിൽ ഉയർത്തി എന്നല്ല പറഞ്ഞത്. അവൻ മനുഷ്യനായിട്ട് താണു വന്നത് എവിടെയാ? ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ജനിക്കാനായിട്ട് ഒരു വിധത്തിലും തിരഞ്ഞെടുക്കാത്തതായിരിക്കുന്ന ഗോശാലയെ ജനിച്ചു, കീറ്റത്തുണി കൊണ്ട് മൂടപ്പെട്ടു, അങ്ങനെ ജീവിച്ച് ആർക്കും വേണ്ടെന്നല്ലേ ജീവിച്ചതായിരിക്കുന്ന ആ മനുഷ്യനെ ഉയർത്തി സഹരാജാക്കന്മാർക്ക്, സഹോദരന്മാർക്ക് ഏറ്റവും രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട്.
താഴാൻ നമുക്ക് പഠിക്കണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. ചില ആൾ പറഞ്ഞു പൗലോസ് ഭയങ്കര അഹങ്കാരിയായിരുന്നു പറഞ്ഞു. കാരണം അയാൾ എന്താ പറഞ്ഞിട്ടുണ്ടോ, അയാൾ 12 അപ്പോസ്തലന്മാരുടെ ഇടയിൽ അയാൾ മാത്രമേ, 12 അപ്പോസ്തലന്മാർ പെട്ടുന്ന ആളല്ല, എങ്കിലും അപ്പോസ്തോലിക ഗണത്തിൽ അയാൾ മാത്രമേ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ അനുകാരി, നിങ്ങൾ എന്നെ അനുകരിക്കുക. 4-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ എന്നെ അനുകരിക്കുക. 11-ാം അധ്യായത്തിലാണ് പറഞ്ഞ് ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ എന്നെ അനുകരിക്കുക. 4 പ്രാവശ്യം പൗലോസ് പറഞ്ഞു എന്നെ അനുകരിക്കാൻ, എന്നെ അനുകരിക്കാം. അഹങ്കാരിയല്ലേ? ഇല്ല. പൗലോസിനെ പോലെ വിനയമുള്ള മനുഷ്യർ വേറെ ആരും ഉണ്ടായിരുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എബ്രായർ എന്ന് ചോദിച്ച എബ്രായൻ, പിന്നെ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, പരീശന്റെ പരീക്ഷ, ന്യായപ്രമാണം സംബന്ധിച്ച് അതെന്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതെല്ലാം എന്ത് ചെയ്തു, ചപ്പും ചവറുവെന്ന് അങ്ങനെ നമുക്ക് കാണണം. ബക്സിങ്ങിനെ പറ്റി ഒരു കഥയുണ്ട്, സത്യമില്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കാനഡയിൽ പോയി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് MTech ഒക്കെ പാസ്സായി. അവിടെ വെച്ചാണ് താൻ രക്ഷിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് താൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നത്. കപ്പലിലാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ താൻ വന്ന അറ്റ്ലാന്റിക് സമുദ്രമോ പസഫിക് സമുദ്രമോ ഏതൊക്കെ സമുദ്രം കഴിഞ്ഞാൽ വന്നതെന്ന് എനിക്കറിയില്ല. ഏതെല്ലാം താൻ തന്റെ BTech ഡിഗ്രി MTech ഡിഗ്രി എല്ലാം സമുദ്രത്തിലേക്ക് ബൈബിൾ വഴിയല്ല. ബക്സിംഗ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ എഞ്ചിനീയറിംഗ് MTech-കാരനാണെന്നോ ഇതൊന്നും. അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ബക്സിംഗ് എന്ത് ചെയ്തു, ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് തീരുമാനിച്ചപ്പോ പിന്നെ എത്ര ഡിഗ്രി ഉണ്ടെന്ന് ചോദിച്ചാൽ ബക്സിംഗ് ഒരു ഉത്തരവേ ഉള്ളൂ, 4 degrees below 0. അപ്പൊ എത്ര ഡിഗ്രിയാ? 4 degree below 0. വെള്ളം ഐസാകുന്ന 0 ഡിഗ്രിയില്ല, അതിന് 4 ഡിഗ്രി താഴെ. ബക്സിംഗ് നിങ്ങളുടെ ഡിഗ്രി എത്ര എന്ന് ചോദിച്ചാൽ അതാണ് തന്നെ ഡിഗ്രി. നാം കുറച്ചൊക്കെ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോ നമുക്ക് ഒത്തിരി കാര്യങ്ങള് ശ്രദ്ധിക്കണം. ഒരു വലിയ കരിങ്കല്ല്, ഒരു 4 അടി വീതി 7 അടി നീളമുള്ള വലിയൊരു 2 അടി കനമുള്ള ഒരു കരിങ്കല്ല് മുറിച്ചു കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. എന്നിട്ട് പറയാണ് ഈ കരിങ്കല്ലിൽ ഒരു ആളുടെ രൂപം കുത്തിത്തരണമെന്ന് പറഞ്ഞാൽ ആ കരിങ്കല്ല് അതുപോലെ ഇരുന്ന രൂപം വരുമോ? അയാള് കരിങ്കലിന്റെ ഉള്ളി എടുക്കും, പിന്നെ കൊട്ടുടി എടുത്തിട്ട് ആദ്യം വലിയ കഷ്ണങ്ങൾ കുറച്ച് ഏറെ അങ്ങ് അടിച്ചങ്ങ് നീക്കും 4 സൈഡിൽ. കുറച്ച് ഏറെ അടിച്ച വേണ്ട. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കൊത്തി 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 ഏതാണ്ട് ഒരുപാട് കൊത്തിക്കളയും. ഈ കൊത്തിക്കളയാതെ ഈ രൂപം ഇത് വെളിപ്പെട്ട് വരികയില്ല. കൊത്തിക്കളഞ്ഞാൽ ഉടനെ രൂപം വരുമോ? ഇല്ല, ഒരു രൂപം കാണുകയില്ല. അയാളുടെ മനസ്സിലേ ഉള്ളു രൂപം. അയാളുടെ മനസ്സിലിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ രൂപം ഈ സ്റ്റാച്യൂവിലേക്ക് മാറ്റണമെങ്കിൽ പിന്നെയും കൊത്തണം, പിന്നെയും കൊത്തണം. വർഷങ്ങൾ ചിലപ്പോൾ കൊത്തേണ്ടി വരും. അതിലൊന്ന് കൊത്തി 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 കാനായി കുഞ്ഞിരാമനോട് വല്ലതും ചോദിച്ചാൽ അറിയാം എത്ര കാലം കൊത്തണമെന്ന്. എനിക്ക് കുത്തുപണിയൊന്നും അറിയാവുന്ന ആളില്ല. കൊത്തി 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 അവസാനം കുറച്ച് കഴിയുമ്പോൾ ആൾ ചോദിക്കും, കണ്ടിട്ട് ഏതാണ്ട് ഒരു മൃഗത്തിന്റെ രൂപമൊക്കെയാണെന്ന് തോന്നുന്നു, കുരങ്ങിന്റെയോ ഇതിന്റെ. കുറച്ചുകൂടെ പിന്നെ കൊത്തി 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 കഴിയുമ്പോൾ ഇത് ഒരു മനുഷ്യന്റെ രൂപം, ഒരു പുരുഷന്റെ രൂപം പോലെ തോന്നുന്നു. പിന്നെയും കൊത്തി 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 കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴേ പറയുന്നത്, മഹാത്മാഗാന്ധിയെ കണ്ട അതുപോലെ തന്നെ ഇരിക്കും. എന്തോട് കൊത്തി കൊത്തിയിട്ടാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ രൂപം നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒന്ന് കൊത്തണം ആരെങ്കിലും. അതിനാ ശിഷ്യത്വം എന്ന് പറയും. ഗുരു ആണ് കൊത്തുന്നത്, കൊത്തപ്പെടുന്ന ആളാ ശിഷ്യൻ. ഒരുത്തരെയെങ്കിലും കൊത്താനായിട്ട് സമ്മതിക്കുമോ? നമ്മൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് എഴുന്നേറ്റോടുകയോ? സുവിശേഷം തന്നെ പറഞ്ഞാൽ നമുക്ക് പ്രയാസമാണ്. ക്രിസ്തുവിനെ പോലെ ആക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അയ്യോ, അത് വലിയ പ്രയാസം. സ്പർജന് തന്റെ ജീവചരിത്രത്തിൽ എഴുതി തനിക്ക് മറക്കാൻ വയ്യാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, തന്റെ ഒരു വാക്സ് രൂപം, മെഴുകി രൂപം ഉണ്ടാക്കാനായിട്ട് ഒരു ആർട്ടിസ്റ്റ് തീരുമാനിച്ചു. അതിനെ സ്പർജനെ കിടത്തിയിട്ട് മെഴുകി ഉരുക്കി മുഖത്ത് മുഴുവൻ ഒഴിക്കുക.
എന്നിട്ട് അത് തണുക്കുമ്പോൾ എടുക്കുക. അപ്പോ സ്പർജനെ പോലെ സ്പർജൻ അതേക്കുറിച്ച് പറഞ്ഞത് ഈ വാക്സ് പ്രതിമ അന്നുണ്ടാക്കുക, ഇന്നിപ്പോ അങ്ങനെയൊന്നും എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. അദ്ദേഹം ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി 100 കോടി ഡോളർ തരാമെന്ന് പറഞ്ഞാൽ സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അനുഭവിച്ച വേദന ഈ വാക്സ് ഉരുക്കി മുഖത്തേക്ക് ഒഴിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഈ വേദന, അതാ ശിഷ്യത്വം എന്ന് പറയുന്നത്. അതാ ശിഷ്യത്വം എന്ന് പറയുന്നത്. കർത്താവിന്റെ രൂപം നമ്മുടെ മുഖത്തുണ്ടാക്കാനായിട്ട് ഈ വാക്സ് ഉരുക്കി ഒഴിക്കുക. എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളൊക്കെ പച്ചയ്ക്ക് നടക്കുകയല്ലേ? നമ്മൾ വല്ലതും തൊടാൻ സമ്മതിക്കുമോ? എടാ നിനക്ക് ശകലം അഹങ്കാരം ഒന്ന് ചെത്തിക്കളയട്ടെ ആ ഭാവം എന്ന് പറഞ്ഞാല് സമ്മതിക്കില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഞാൻ പറഞ്ഞ മുമ്പത്തെ ആ തടി കഷ്ണമേ രൂപപ്പെടുത്തി എടുത്തു കഴിയുമ്പോൾ ചെറുതായോ, ആദ്യം കൊണ്ടുവന്നിട്ട കല്ലിനേക്കാൾ ചെറുതായോ വലുതായോ? ഒത്തിരി ചെറുതായി. തൂക്കി നോക്കി അറിയാം. ആ ചെറുതാകുക എന്ന് പറയുന്നതാണ് ഈ ചിത്രം. കർത്താവിനെ പോലെ ആകാന് നാം ചെറുതാണ്. ഒത്തിരി കാര്യങ്ങൾ ചെറുതാകും, ഒരുപാട് കാര്യങ്ങൾ ചെറുതാകും. കൊച്ചുഞ്ഞേശിയൊക്കെ പറഞ്ഞു കൊടുക്കണം, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട. അപ്പൊ പോയില്ലേ? ഒത്തിരി പോയില്ലയോ? 3 ഏക്കർ വസ്തുവൊക്കെ അങ്ങ് പോയില്ലേ? ഞാൻ പറയാറുണ്ട്, ദൈവം വലിയപ്പോൾ സമ്പാദിച്ചാ തന്നിരിക്കുന്നു. ആർക്കെങ്കിലും വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ എൻ്റെ ഇടയ്ക്ക് വന്നാൽ ഞാൻ അതിൽ നിന്ന് 10 സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരാം. വെറുതെ പറഞ്ഞല്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു. ഒരു മനുഷ്യൻ പറഞ്ഞു, അവർ വെച്ചാൽ എന്റെ സഹോദരൻ ആ മുരിപ്പ വന്നാൽ മല വന്നാലാ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചല്ലോ, പിന്നെ നിങ്ങൾക്ക് ജീവിക്കുന്നില്ലെന്താ? അവിടെ വന്ന് ജീവിക്കണേ കുറേ താണെങ്കിലേ ഉള്ളൂ. അപ്പോ കർത്താവിനെ പോലെ നാം ആകണമെങ്കിൽ ഒരു കൊത്തുപണി നന്നായിട്ട് നടത്തണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാ ശിഷ്യത്വത്തെ കുറിച്ച്. ലൂക്കോസ് 6:40 ഈ വാക്യങ്ങളിൽ പറയുന്ന ഒരു പ്രയോഗം, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെ ആകുന്നത് ദാസന് മതി എന്ന് പറഞ്ഞു. ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. ഗുരുവിനെ പോലെ ആയാൽ ഇന്നുള്ള അവസ്ഥ നമുക്ക് ഇരിക്കാനൊക്കെ. അഭ്യാസം തികഞ്ഞവനെല്ലാം. അഭ്യാസം തികയാത്തൊരു ഗുണം ഉണ്ടെന്നറിയാമോ? പണ്ട് കഥ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, എവിടുന്നാ കേട്ടതെന്നൊന്നും ഓർക്കുന്നില്ല. ഒരു ഗുരു അമ്പ് ചെയ്യാൻ പഠിപ്പിക്കുക. വലിയൊരു കൊടിമരമാണ്, 10-40 അടി 50 അടി ഉയരമുള്ള മരമാണ്. ഈ മരത്തിൽ ഒരു കിളിക്കൂടുണ്ട്. ഈ കിളിക്കൂടിന് 7 വാതിലുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഓരോ വാതിലിൽ കൂടെ ഒരു കിളി ഇങ്ങനെ. അപ്പൊ ഗുരു പറഞ്ഞു, ഈ കിളി വാതിലൂടെ തലയിടുമ്പോൾ അതിന്റെ കണ്ണിന് നീ ചെയ്യണം. അതാണ് അവന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂട്. അപ്പൊ ഓരോരുത്തരും വന്നു, ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തം വന്നു, എടുത്ത് ഉന്നം പിടിച്ചു. ഉടനെ ഗുരു ചോദിച്ചു, നീ എന്ത് കാണുന്നു ചോദിച്ചു. ആകാശവും ഭൂമി അതിലുള്ള സകലവും കാണുന്നു പറഞ്ഞു. പിച്ചിട്ട് വേറെ പലപ്പോഴും നോക്കാൻ പറഞ്ഞു. വേറൊരുത്തം വന്ന് അവരെടുത്ത് എന്ത് കാണുന്നു ചോദിച്ചു. പറഞ്ഞു, കൂട് മുഴുവൻ കാണുന്നു വെച്ചേക്കാൻ പറഞ്ഞു, മറിയേക്കാൻ പറഞ്ഞു. വേറൊരുത്തം വന്ന് ഞാൻ കൂടിന്റെ ഹോൾ മാത്രം കാണുന്നു വെച്ച് മാറാൻ പറഞ്ഞു. വേറൊരുത്തം വന്ന് എന്ത് കാണുന്നു, കിളിയുടെ തല മുഴുവൻ കാണുന്നു വെച്ചേക്കാൻ പറഞ്ഞു. അവസാനം ഒരുത്തം വന്ന് എന്ത് കാണുന്നു ചോദിച്ചു. കിളിയുടെ കണ്ണ് കാണുന്നു. ഇതോളം കിളിയുടെ കണ്ണ് കണ്ടിട്ട് ഇതെങ്കിലല്ലേ കിളിയുടെ കണ്ണിൽ ചെയ്യാൻ നിൽക്കുവോ? ആകാശം ഭൂമി മുഴുവൻ കണ്ടുകൊണ്ടേ നോക്കുവോ? അതിനായി ഗുരുവിനെ പോലെ ആവുക എന്ന് പറയുന്നത്. ഗുരു എന്താ ചെയ്തെന്നറിയാമോ? പിതാവ് ഒരു ജോലി തന്ന് ഈ ഭൂമിയിലേക്ക് വിട്ടു. കൂടെ പറഞ്ഞു, നാഴിക വന്നില്ല, എന്റെ നാഴിക വന്നില്ല, എന്റെ നാഴിക വന്നില്ല, എന്റെ നാഴിക വന്നിട്ടില്ല. ഒരു ദിവസം ഒരു തോട്ടത്തിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, പിതാവേ നാഴിക വന്നിരിക്കും, ചെയ്തോളാൻ പറഞ്ഞു. എന്റെ സമയമായിരുന്നു. യജമാനെ പോലെ ആകുന്ന ദാസന് മതി, ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. നമ്മൾ എത്ര പേര് ഗുരുവിനെ പോലെ ആയിട്ടുണ്ട്? നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ ഓരോ വശങ്ങളെടുത്താലേ നമ്മൾ എത്ര പേരായിട്ടുണ്ട്? ഗുരുവിനെ പോലെ ആയാൽ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് നാം ഒരുപാട് താഴേക്ക് പോകും. എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ താഴേക്ക് പോയി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ സുഖജീവിതങ്ങളൊക്കെ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും.
അപ്പൊ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇനിയുള്ളതായിരിക്കുന്ന 10-15 മിനിറ്റ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെ സാധിക്കും, ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ സാധിക്കും? ഒന്നാമത് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരണം. നമ്മൾ അടിസ്ഥാനപരമായി ഇപ്പൊ നമ്മൾ ലീഡേഴ്സ് ആണ്, നാം ആരായി തീരണം? ഫോളോവേഴ്സ് ആയി. നമ്മൾ ലീഡേഴ്സ് ആണ്. എവറിബഡി വാണ്ട്സ് ടു ബി എ ലീഡർ. ഫോളോവേഴ്സ് ആണ്. ഫോളോവേഴ്സ് ആണ് വലിയ പ്രയാസം കേട്ടോ. ചില ആളുകളെ നമ്മൾ ശിഷ്യപ്പെടുത്താൻ പറഞ്ഞാൽ അവരെ ശിഷ്യത്തിന് ആദ്യത്തെ ക്ലാസ്സിൽ പറയും, ബ്രദറെ അങ്ങനെയല്ല ബ്രദർ, ഞാൻ കാണിച്ചായിരുന്നു. നിന്നെ കൊള്ളില്ല നോക്കണം. നീ എന്നെ ശിഷ്യപ്പെടുത്താൻ വന്നത് ഞാൻ നിന്നെ ശിഷ്യപ്പെടുത്തണം. നീ എന്താ ആഗ്രഹിച്ചാ വന്നത്? ബ്രദർ ശിഷ്യപ്പെടുത്തും. പിന്നെ അങ്ങനെ ഒക്കെ ഇല്ല ബ്രദർ, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത്. എടാ നിന്റെ ഈ ഭാവം മാറണം. എനിക്ക് അറിയില്ല ബ്രദറെ, പഠിപ്പിക്കുക, എന്നെ കാണിച്ചെന്ന് പറ. ഞാൻ ശിഷ്യനാകണമെങ്കിൽ വേറെ തന്നെ അടുക്ക് ചെന്ന് എന്ത് പറയണം? എനിക്കറിയില്ല, എന്നെ കാണിച്ചു തരാം. അതെ, അങ്ങനെ വേണം. നമ്മുടെ സ്വഭാവത്തിന് നമ്മൾ ഫോളോവേഴ്സ് ആകണം. അതായ മാത്രം മതിയോ? ക്രിസ്തുവിന്റെ ഭാവത്തെ നാം സ്വീകരിക്കണം. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്ത് ഭാവമാണ് ഉണ്ടായിരുന്നത്? സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായിരിക്കും ദൈവം, രാജാവും രാജാതിരാജാവും കർത്താവും കർത്താതികർത്താവുമായവൻ 33.5 വർഷങ്ങളിൽ കുറഞ്ഞത് 30 വർഷമെങ്കിലും 12-ാമത്തെ വയസ്സ് ദൈവാലയത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? അവൻ തന്നെ മാതാപിതാക്കൾക്ക് ഇണങ്ങി. ഈ പാപ സ്വഭാവം നിറഞ്ഞ പാപിയായിരിക്കുന്ന ജോസഫിനും പാപിയായിരിക്കുന്ന മറിയയ്ക്കും പാപമില്ലാത്തതായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന ദൈവമായിരുന്നതും കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കർത്താവ് അനുഭവിച്ചുള്ള ബുദ്ധിമുട്ടില്ല. യാക്കോബും യൂദായും ഇങ്ങനെ കുറെ സഹോദരന്മാരുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന അവന്മാർ വെച്ച് കീച്ചും, നല്ല രീതിക്ക് ഞുള്ളുള്ളൂ, വെള്ളി താഴെ ഇടും. കർത്താവിന് തള്ളി താഴെ ഇടാൻ വെക്കുവോ? തിരിച്ച് നുള്ളാൻ വെക്കുവോ? തിരിച്ചടിക്കാൻ വെക്കുവോ? അവിടെയും പറയും, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നെന്ന് അറിയായി, ഇവരോട് ക്ഷമിക്കണമേ. അല്ല, വലിയ പ്രയാസമാണ്. വലിയ പ്രയാസം എന്ന് പറയാൻ വലിയ പ്രയാസം. നമ്മളൊക്കെ എങ്ങനെയാ മൂർഖനെ പോലെ പത്തി കൊടുത്ത് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ കൊത്തും, നിന്നെ ഞാൻ കൊത്തുന്നു പറഞ്ഞല്ലേ. നമ്മളൊന്ന് തൊട്ട് നോക്കണം, അപ്പൊ അറിയാം നമ്മൾ ആരാണ്. വെറുതെ അങ്ങ് പോയാൽ ചേറിയാന്ന് മൂർഖനാണെന്ന് അറിയില്ല. ഒരുപിടി മണ്ണ് വാരി എന്ന് എറിഞ്ഞു നോക്കണം, അപ്പൊ കൊത്തി. നമ്മുടെ അവകാശങ്ങൾ മേലോ നമ്മുടെ താല്പര്യങ്ങൾ മേലോ ആരെങ്കിലും കൈവച്ച് നമ്മൾ സമ്മതിക്കുകയില്ല. താഴണമെന്നേ, താഴണം. ഒരു ഉപദേശിയെ ഒരുപാട് ചീത്ത വിളിക്കും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത വിളിക്കും. അതെല്ലാം നിന്ന് കേട്ടു. ഇത് പറഞ്ഞു, മോനെ എന്നെ പറ്റി ഇനിയും വല്ലതും പറയാനുണ്ടോടാ നീ ചോദിച്ചു. നീ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു കേട്ടോ. ആ മനുഷ്യനുണ്ടായ ലജ്ജയെന്ന് പറഞ്ഞാൽ അയാൾ വിചാരിച്ച എന്താ, ഇയാൾ തിരിച്ചു വല്ലതും പറയാം, അപ്പൊ തിരിച്ചൊന്ന് പറയാം, അപ്പൊ അങ്ങോട്ട് എന്ത് കൊടുത്തു ഇങ്ങോട്ട് എന്ത് കൊടുത്തു എന്ന് വിചാരിച്ച ഇത് മനുഷ്യൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാം നിന്ന് കേട്ടിട്ട് പറഞ്ഞു, മോനെ ഇനിയും വല്ലതും പറയാനുണ്ടോടാ. വേറെ ഉപദേശം ഒരുപാട് ചീത്ത വിളിച്ചു, ഒരുപാട് ചീത്ത വിളിച്ച്. ഉപദേശം പറഞ്ഞു, ഇനി നീ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞു, യൗവനാവുന്ന എനിക്ക് കൊണ്ടുണ്ടാകില്ല. പക്ഷേ അവൻ നാണം കണ്ടുപോയി. എന്നെ ചെയ്യാം. എന്നെ ഇതൊക്കെ അമ്മാനെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. എന്നെ ഇതൊക്കെ പറയാനാ പഠിപ്പിച്ചിട്ടുള്ളത്, വേറൊന്നും പഠിപ്പിച്ചിട്ടുള്ളത്. കർത്താവിന്റെ ശിഷ്യനായവര് ഇങ്ങനൊക്കെ പറയത്തുള്ളൂ. അപ്പൊ അത് പറഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹിക്കണം, അങ്ങനെ ഒരു കൽപ്പന. ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, അല്ലേ? നിങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നമ്മളിപ്പോൾ ദോഷം പറയുന്നതായിരിക്കുന്ന ആളുകൾ പറയും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. AP ജോസഫ് സോർ പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. AP ജോസഫ് സോറിന് വെല്ലൂരില് ഏതോ രോഗികളെ കാണാനായിട്ട് വലിയൊരു ആശുപത്രി പോയത്. അപ്പൊ പോയിട്ട് അദ്ദേഹം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം തനിക്ക് പരിചയമുള്ളതായിരിക്കുന്ന യാക്കോബാലി ഒരു അച്ഛനെ കണ്ടു. അച്ഛനുമായിട്ട് റോഡ് സൈഡിൽ നിന്ന് ഇവർ ഭയങ്കര സംഭവം സ്നാനത്തെ കുറിച്ച്. അപ്പൊ AP ജോസഫിന്റെ വീട്ടുകാരൊക്കെ നേരത്തെ യാക്കോബക്കാരായിരുന്നു. അത് കഴിഞ്ഞ് ഇവാഞ്ചലിക്കൽ വന്നു. അതും കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നത്. അപ്പൊ ഈ സ്നാനത്തെ പറ്റി ഭയങ്കര സംവാദം, ചൂടേറിയ സംവാദം അച്ഛനും. അങ്ങനെ നിൽക്കുമ്പോ ബക്സിങ് ഇങ്ങോട്ട് വരും, നടന്നു വരിക. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓ ഇപ്പം വേറെന്തും വരുന്നുണ്ട്, എന്തായിരിക്കും ഗതിന്ന്. കാരണം ബക്സിങ് പറ്റിപ്പെട്ടത്. ബക്സിങ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കൈ ഉയർത്തി പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോയി.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അച്ഛൻ പറഞ്ഞ് ഞാൻ വിചാരിച്ച ആ മനുഷ്യൻ ഇത് ഏറ്റെടുത്ത് ജ്ഞാനത്തെ പറ്റി ഏറ്റെടുത്ത് എന്നെ അടിച്ച് കരയ്ക്ക് താഴെ ഇടുമെന്ന് വിചാരിച്ചത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛനേക്ക് നോക്കി ആകമാനം കെട്ടുമട്ടോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് നമുക്ക് കഴിയണം. അത് നമ്മൾ ഈ പറയുന്ന ആരെങ്കിലും വന്നിരുന്നേ ഒന്ന് വാദിക്കാമായിരുന്നില്ല, തിയോളജി എടുത്ത് വെച്ചിട്ടുണ്ട് അടിയടിക്കാമായിരുന്നു, ഷൂട്ട് ചെയ്യാമായിരുന്നു വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നു. സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇന്ന് ആരെങ്കിലും വാദിക്കാനൊന്ന് കിട്ടണേ എന്ന് വിചാരിച്ച ചിലർ പോകുന്നത് ഭയങ്കര ഭാഗം. എന്നിട്ട് എങ്ങനെ ചോദിക്കും ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സക്സസ്ഫുൾ. പിന്നെ പേഷ്യൻസ് ഡൈ. ഓപ്പറേഷൻ വിജയമായിരുന്നു, രോഗി ചത്തുപോയി. ഇതാണ് നമ്മുടെ വേലയെന്ന് പറയും. താഴണം, ക്രിസ്തുവിന്റെ ഭാവം തന്നെ വേണം. ക്രിസ്തുവിനെ അനുകരിച്ച് പൗലോസിനെ നാം അനുകരിക്കണം. അതാ പ്രയാസം. ഞാനൊരിക്കലും നിങ്ങൾ എന്റെ അനുകാരികളാകുമെന്ന് പൗലോസ് പറഞ്ഞതിനെ കുറിച്ച് എടുത്ത് പ്രസംഗിച്ചപ്പോ, പ്രസംഗം കഴിഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരാൾ ഇങ്ങനെ പറയണമെന്നിരിക്കുക. പ്രസംഗം കഴിഞ്ഞ ഉടനെ വന്ന് പറഞ്ഞോ, നീ എന്നെ ദുരുപദേശം പഠിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ദുരുപദേശം? പൗലോസിനെ അനുകരിക്കണമെന്ന് പറഞ്ഞു. കർത്താവിനെ മാത്രമേ ഞാൻ അനുകരിക്കുന്നു പറഞ്ഞു. ഒരു പൗലോസിനെ അനുകരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തന്നെ പ്രശ്നമെന്ന്. അത് തന്നെ പ്രശ്നം. പൗലോസായിരുന്നു ഇങ്ങനെ പറയില്ല. കർത്താവിന്റെ അനുകാരിയാന്ന് ആർക്കും പറയാം, കാരണം അതിൽ പളക്കാരും നോക്കൂല്ലല്ലോ, കർത്താവുകളിൽ. പൗലോസിന്റെ അനുകാരിയാന്ന് പറയണെങ്കിൽ കുറച്ചൊരു പ്രയാസമാണ്, കാരണം പൗലോസ് നമ്മെപ്പോലെ ഒരു മനുഷ്യനാണ്. അപ്പൊ ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. തീവ്രമായ ശിഷ്യത്വവാദിയിലേക്ക് നാം വരണം. ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ബീയിങ് എ ഫോളോവർ, നോട്ട് എ ലീഡർ. എവിടെ ചെന്നാലും ലീഡർ ആകണമെന്നല്ല ഞാൻ എവിടെ ചെന്നാലും, ഒരു പുതിയ സഭയിൽ ചെന്നാൽ ലീഡർ ആകാനല്ല ആദ്യം ശ്രമിക്കേണ്ടത്. വചന ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുമെന്നല്ല ശ്രമിക്കേണ്ടത്. കസേര ഇടാൻ ആളുണ്ടോ, തൂക്കാൻ വരാൻ ആളുണ്ടോ, പാത്രം കഴുകാൻ ആളുണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. ഉയർച്ച കർത്താവ് തൻ്റെ സമയത്ത് തന്നോളൂ. നമ്മളങ്ങനെയല്ല, അവസരം കിട്ടിയൊന്ന് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോകും. നമ്മുടെ കൊച്ചു പ്രസംഗമൊക്കെ ആയിട്ട് നല്ലതാ, അവസരം കിട്ടിയാൽ പറഞ്ഞു. പക്ഷെ അവസരം നോക്കുന്നതിന് വേണ്ടിയാ, സെർവ് ചെയ്യാൻ വേണ്ടി. ഏലിയാവിനെ ഏലിശ അനുഗമിച്ചതുപോലെയും മോശയെ യോശുവ അനുഗമിച്ചതുപോലെയും കർത്താവിനെ 12 ശിഷ്യന്മാർ അനുഗമിച്ചതുപോലെയും പൗലോസിനെ തിമോത്തിയോസ് അനുഗമിച്ചതുപോലെയും ഒക്കെ നമ്മളും പാകതയും പക്വതയും എത്തിയ നമുക്ക് അനുകരണ യോഗ്യരെന്ന് പറയുന്നതായിരിക്കുന്ന ചില വിശ്വാസികളെ കാണണം. അവരുടെ അടുത്ത് എന്ന് അവരോട് പറയണം, ബ്രദറെ എന്നെ ഒരു ശിഷ്യനാക്കാമെന്ന് ചോദിക്കണം. അമേരിക്കയിൽ ജീവിച്ച ഏറ്റവും വലിയ ഗ്രീക്ക് പണ്ഡിതന്റെ പേരെന്തായിരുന്നു? അപ്പൊ അദ്ദേഹത്തെ ശിഷ്യപ്പെടുത്തിയ ആളെ എ.ബി. ബ്രൂസ് എന്ന് പറഞ്ഞതാണ്. എ.ബി. ബ്രൂസ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റിന്റെ സ്ഥാപകനാണ്. അപ്പൊ എ.ബി. ബ്രൂസ് വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഈ ബ്രൂസിന്റെ മാത്യു കമന്ററി ഏറ്റവും ബെസ്റ്റ് കമന്ററി ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഈ ശിഷ്യനായിരുന്ന മനുഷ്യൻ വലിയ ലോക പണ്ഡിതനായി തീർന്നു. അമേരിക്കയുടെ ദ ഗ്രേറ്റസ്റ്റ് ഗ്രീക്ക് സ്കോളർ ഇൻ അമേരിക്ക എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഇംഗ്ലണ്ടിലൊക്കെ അതിനൊക്കെ വലിയവരുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ മരിച്ചു, ഈ സ്കോളറായ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയിരുന്നു, എന്നെ അടക്കുന്നത് അദ്ദേഹത്തെ അടക്കാനായിട്ട് എ.ബി. ബ്രൂസിന്റെ കല്ലറയ്ക്ക് അടുത്ത ഒരു കല്ലറ അതേ ഹൈറ്റിൽ പണിത് അടക്കാൻ തീരുമാനിച്ചത്. ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം എഴുതിയിരുന്നു, എ.ബി. ബ്രൂസിനെ അടക്കിയതിന് താഴെ മണ്ണിൽ എന്നെ കുഴിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാൽക്കൽ കിടക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. വാസ്തവത്തിൽ എ.ബി. ബ്രൂസിനെ ആർക്കും ലോകത്തിൽ അറിയില്ല, ഈ മനുഷ്യനെ എല്ലാവർക്കും അറിയില്ല. ആ മനുഷ്യന്റെ വിനയം തന്നെ ശിഷ്യപ്പെടുത്തതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ തൻ്റെ മനോഭാവത്തിൽ ഗുരുവിന്റെ ഭാഗത്തെങ്കിൽ മാത്രം കിടക്കുവാൻ യോഗ്യതയുള്ളവനായിട്ട് തീർന്നു. നമ്മളും അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളും നമ്മുടെ മനോഭാവത്തിൽ ചെറുതാകണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണാനായിട്ട് കഴിയണം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അങ്ങനെയാണല്ലോ പൗലോസ് പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെണ്ണ. ലാഭമായിരുന്നത് ഛേദമെന്നെണ്ണാൻ നോക്കുമോ? നഷ്ടമായത് ഛേദമെന്നെണ്ണ, ലാഭമായിരുന്നൊക്കെ ഛേദമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പേപ്പർ എഴുതിയിട്ട് ഒരു കോളം വരച്ചിട്ട് ലാഭം നഷ്ടം, ലാഭം എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ട് കളയണം. ഛേദം പിന്നെ നഷ്ടപ്പെട്ടു പോയതല്ലേ.
അതാ പൗലോസ് ചെയ്തത്. തനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന്. നമ്മളും അത് ശീലിക്കണം. കർത്താവൊക്കെ പറഞ്ഞ അങ്ങനെയാണ്, ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ തിരിച്ചാൽ അവൻ സകലവും ത്യജിച്ച്. അങ്ങനല്ലേ? അപ്പൊ ലാഭമായിരുന്നത് ഒരുപാട് കാര്യങ്ങള് അങ്ങനെയുണ്ട്. പ്രിയമുള്ളവരത് നമ്മൾ ത്യജിക്കണം. ഞങ്ങൾ അമേരിക്കയിലായിരുന്നു 7 കൊല്ലം 10 കൊല്ലം. അത് കഴിഞ്ഞ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങളുടെ മൂപ്പന്മാർ പറഞ്ഞത്, അല്ല ബ്രദറെ, ഇന്ത്യയിലേക്ക് പോകാൻ ആദ്യം, അത് കഴിഞ്ഞ് ആഫ്രിക്കയിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. അപ്പൊ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് LLM 1 വർഷം കഴിഞ്ഞാണ് പോകുന്നത്. എനിക്ക് അവിടെ ചെന്ന് LLM പൂർത്തിയാക്കി ഡോക്ടറേറ്റ്, ലോയിൽ ഡോക്ടറേറ്റും ഒക്കെ എടുത്ത് ലോ കോളേജ് പ്രൊഫസറൊക്കെ ആയി ഇഷ്ടംപോലെ കാശ് സമ്പാദിച്ച് എൻ്റെ പിള്ളേരെയൊക്കെ നല്ല നല്ല നിലകളിൽ കൊണ്ടുവന്ന് നല്ല വീടും കാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും ധാരാളം കൊടുക്കണം, അതും എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ ഉയർന്നു നിൽക്കുന്ന ഷിക്കാഗോയിലെ വലിയ വലിയ കെട്ടിടങ്ങളും സ്കൈ സ്ക്രൈപ്പേഴ്സും ഒക്കെ ഒന്ന് നോക്കി. അന്ന് ഞാൻ പോരുമ്പോൾ ഞങ്ങളുടെ പിള്ളേരോട് പറഞ്ഞിരുന്നു, ടിജുവിന് അന്ന് 11 വയസ്സുണ്ട്, 11 12 വയസ്സുണ്ട്, മെർലിന് 8 വയസ്സുണ്ട്, ബാക്കി ജോവാനിക്ക് 3 മാസമായി. കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ പോകുമ്പോൾ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, താമസിക്കാൻ വീടില്ലെന്ന് വരും, യാത്ര ചെയ്യാൻ വാഹനമില്ല, തീർച്ചയായിട്ടും കാണുകയില്ല. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ താമസിച്ച കാലത്ത് ഒരിക്കൽ പോലും എൻ്റെ മക്കളാരും ഒരു പരാതിയും പറഞ്ഞില്ല, വീട് ചെറുതാണെന്നും പറഞ്ഞില്ല, നടന്നാണ് സ്കൂളിൽ പോകേണ്ടവരതും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ബേൺ ദ ബ്രിഡ്ജ് എന്ന് പറയും, ബേൺ ദ ബ്രിഡ്ജ്. യുദ്ധകാലത്ത് അങ്ങനെയാണ്. ഒരു രാജ്യം പിടിക്കാനായിട്ട് പോകുമ്പോൾ പാലം കെട്ടും, ടെമ്പററി പാലം അവർ കെട്ടും. പാലം കെട്ടിയിട്ട് സൈന്യം അക്കരയ്ക്ക് കിടന്നിട്ട് ഈ പാലം ബോംബ് വെച്ച് തകർക്കും. യുദ്ധം മുറുകുമ്പോൾ തിരിച്ചു ഓടിപ്പോകരുത്. ഒന്നീ ജയിക്കുക അല്ലെ മരിക്കുക, 2 ഓപ്ഷൻ. യു ബേൺ യുവർ ബ്രിഡ്ജ്. അമേരിക്ക എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ പാലം ഞാൻ കത്തിച്ചിട്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും ഒരു അമേരിക്കൻ പൗരത്വം എടുക്കണമെന്നോ അമേരിക്ക പോയി ജോലി ചെയ്യണമെന്നോ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. എൻ്റെ മക്കളെ വിടണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. 2 പേര് പോയി എന്നുള്ള കാര്യം ശരിയാ, ഞാൻ അവരെ വിടണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ജവാനിക്കും അമേരിക്കൻ പൗരത്വമുള്ള ആളാണ്. അവള് പോകണമെന്ന് അവൾ പറഞ്ഞു, ഞാൻ പോകുന്നില്ല ഡാഡി, ഞാൻ ഇന്ത്യ കർത്താവിനെ സേവിച്ച് ജീവിക്കാൻ. അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ജന്മം കൊണ്ട് പൗരത്വമുള്ള ആള്. ചിലതൊക്കെ നമ്മള് വിട്ടുകളഞ്ഞെങ്കിലേ, ലാഭമായാണ് വിചാരിക്കുന്ന ചിലതൊക്കെ ഛേദമെന്ന് എണ്ണിയെങ്കിലേ നമുക്ക് കർത്താവിനെ പോലെയാകാനും കർത്താവിന്റെ പാതയിൽ പോകാനും നമുക്ക് സാധിക്കും. അവസാനം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, വേറെ പല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സഫറിങ് ഫോർ ദ ഗോസ്പൽ ആൻഡ് ഫോർ ബിലീവേഴ്സ്. മത്തായി 16 കർത്താവ് പറഞ്ഞു, ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക എന്നാ പറഞ്ഞു. ക്രൂശ് എടുത്ത് അനുഗമിക്കുക. ക്രൂശ് എന്ന് പറഞ്ഞ എന്തിനുള്ളതാണ്? ക്രൂശ് എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ളതാണ്. ഇന്നത്തെ മാലെടുത്തിട്ട് സ്വന്തം കുരിശ് കിടക്കുന്ന ആ കുരിശ് എടുത്തു നടക്കാനല്ല പറഞ്ഞു. ഇതെല്ലാവരും ആ കുരിശ് എടുത്തു നടക്കും. അതല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ റോമക്കാരെ ആളുകളെ കൊല്ലാനായിട്ട് 6 അടി 6.5 അടി നീളവും 4 അടി വീതിയും ഉള്ള 4 ഇഞ്ച് കനമുള്ള തടി കൊണ്ട് അവർ ക്രൂശുണ്ടാക്കും. അതുപോലെ ഒരു കുരിശെടുത്തിട്ട് പോയി നീ ആ കുരിശിൽ കിടന്നിട്ട് അവർ നിന്നെ ക്രൂശിക്കും. ക്രൂശിക്കപ്പെടാനുള്ളതായിരിക്കുന്ന കഷ്ടം, ക്രൂശെന്ന് പറഞ്ഞ മരണത്തെ കാണിക്കുന്നതല്ല, കഷ്ടത്തെ കാണിക്കുന്ന. ക്രൂശിച്ച 6, 7, 8 മണിക്കൂർ കൊണ്ട് ചാകത്തുള്ളത്. വലിഞ്ഞു 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 വലിഞ്ഞ് ശ്വാസം പൊട്ടി അവസാനം കണ്ണും പുറത്തിയാടി നാക്കും പുറത്തിയാടി വിരൂപമായ നിലയിലാണ്. അതാണ് ക്രൂശ്. ക്രൂശ് കാണിക്കുന്നതാണ്. ഷെയ്ം ഒന്ന്, ക്രൂശും മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കും, അതിന്റെ ശാപം. രണ്ടാമതിന്റെ കഷ്ടവും വേദനയും ക്രൂശെന്ന് പറയും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ നാണക്കേടും ലജ്ജയും അപമാനവും കഷ്ടവും പ്രയാസവും സഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം എൻ്റെ പിന്നാലെ വന്നാൽ മതി, അല്ലെ എൻ്റെ പിന്നാലെ വരികയേ വേണ്ട. ആ ദിനം പ്രതി ക്രൂശെടുക്കട്ടെ എന്നാ പറഞ്ഞു. കാരണം ഒരു ദിവസത്തെ കഷ്ടത കഴിയുമ്പോൾ ഇനി മതിയെന്ന് വെക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞു എല്ലാ ദിവസവും. എൻ്റെ പ്രിയമുള്ളവരെ, മഹത്വത്തിലേക്കുള്ള വഴി കഷ്ടതയിലേക്കുള്ള വഴിയാണ്. മഹത്വത്തിലേക്കുള്ള പടവ് കഷ്ടതയിൽ കൂടെയുള്ള പടവ്. അത് താങ്കൾക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ എന്താ പറഞ്ഞ, വളർന്ന് വളർന്ന് ചെറിയവരാകുക, തളർന്ന് തളർന്ന് ശക്തരാകുക. വിശ്വാസികൾക്ക് നിങ്ങളോട് വചനം പ്രസംഗിച്ച ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അങ്ങനെ ആയി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.